പീതാംബരങ്കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം പാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീഗുരുവായൂരപ്പാ ശരണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ദശകം 54. കാളിയന്റെ കാളിന്തി പ്രാപ്തിയും ഗോകുലങ്ങളുടെ വിഷബാധ മുക്തിയും. തുൽസേവോദ്ക സൗഭരിർനാമപൂർവം കാളിന്ദ്യന്തർദ്വാദശാബ്ദം തപസ്യൻ വീനവ്രാതേ സ്നേഹവാൻ ഭോഗലോലേ താക്ഷ്യം സാക്ഷാദൈക്ഷതാഗ്രേ കദാചിത് ത്വത്വാഹം തം സക്ഷുതം ദൃക്ഷസൂനം മീനം കശ്ചിത് ജക്ഷതം ലക്ഷയൻ സ തപ്തശ്ചിത്തേ ശബ്ദവാനത്ര ചേത്വം ജന്തുൻഭോക്താ ജീവിതം ചാവിമോക്താ. തസ്മിൻ കാലേ കാളിയക്ഷേളദർപ്പാത് സർപ്പാരാധേ കൽപ്പിതം ഭാഗമശ്നൻ തേന ക്രോധാത്വത്പദാം ഭോജഭാജ പക്ഷക്ഷിപ്തസ്തദ്ദുരാപം പയോഗാത്. ഘോരേ തസ്മിൻ സൂരജാ നീരവാസേ തീരേ വൃക്ഷാ വിക്ഷതാ ക്ഷേളവേഗാത് പക്ഷിവ്രാതാ പ്രേതുരഭ്രേ പതന്ത കാരുണ്യാർദ്രം ത്വന്മനസ്തേന ജാതം. കാലേ തസ്മിന്നേകദാ ശീരപാണിം മുക്ത്വാ യാതേ യാമുനം കാനനാന്തം ത്വയ്യുദ്ധാമ ഗ്രീഷ്മ ഭീഷ്മോപ്തതപ്ത ഗോഗോപാലാ വ്യാപിബൻ ക്ഷേളതോയം. നശ്യജ്ജീവാൻ വിച്ഛുതാൻ ശ്മാതലേ താൻ വിശ്വാൻ പശ്യന്നച്യുതാ ത്വം ദയാർദ്ര പ്രാപ്യോപാന്തം ജീവയാമാസി തത്രാത് പീയൂഷാംഭോ വർഷിഭി ശ്രീകടാക്ഷൈ. കിം കിം ജാതാ ഹർഷവർഷാതിരേക സർവാംഗേഷിത്യുത്ഥിതാ ഗോപസംഗാ ദൃഷ്ട്വാഗ്രേ ത്വം ത്വത്കൃതം തദ്വിദന്ത ത്വാമാലിംഗൻ ദൃഷ്ടനാനാ പ്രഭാവ. ഗാവശ്ചൈവം ലബ്ധജീവാക്ഷണേന പീതാനന്ദാസ്ത്വം ച ദൃഷ്ട്വാ പുരസ്താദ് ദ്രാഗാവവൃ സർവതോ ഹർഷബാഷ്പം വ്യാമുഞ്ചന്ത്യോ മന്ദമുദ്യന്നിനാദ. രോമാഞ്ചോയം സർവതോ ന ശരീരേ ഭൂയസ്യന്തഃകാചിദാനന്ദമൂർച്ഛ. ആശ്ചര്യോയം ശ്വേളവേഗോ മുകുന്ദേത്യുക്തോ ഗോപൈർനന്ദിതോ വന്ദിതോ ഭൂ. ഏവം ഭക്താൻ മുക്തജീവാനപി ത്വം മുക്താഭാംഗൈരസ്തരോഗം സ്തനോഷി. താദൃക്ഭൂതസ്പീതകാരുണ്യഭൂമാ രോഗാത്പായാ വായുഗേഹാദിവാസ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ശ്രീമന്നാരായണീയം ദശകം 54. കാളിയന്റെ കാളിന്തി പ്രാപ്തിയും ഗോകുലങ്ങളുടെ വിഷബാധ മുക്തിയുമാണ് ഇന്നിവിടെ പറയാനുള്ളത്. അതിനു മുൻപ് കാളിയന്റെ പൂർവചരിത്രം നമുക്കൊന്ന് നോക്കാം. അഞ്ചു മുതൽ 10 വരെയുള്ള വയസ്സുകാലത്തിന് പൗഗണ്ഡമം എന്ന് പറയപ്പെടുന്നു. കൃഷ്ണന്റെ ആ കാലത്തുള്ള ലീലാവിശേഷങ്ങളാണ് ഇവിടെ ഇനി പറയാൻ തുടങ്ങുന്നത്. കൃഷ്ണമായയുടെ അപാരമായ മഹിമാവിശേഷം ബ്രഹ്മാവിനെ പോലെ തന്നെ ദേവകളെയും മഹർഷി പുങ്കവന്മാരെയും അത്യധികം വിസ്മയിപ്പിച്ചു.
കൃതം, ത്രേതം, ദ്വാപരം, കലി എന്നീ 4 യുഗങ്ങളിൽ കലിയുഗം പിറക്കുന്നതിന് തൊട്ടു മുമ്പുള്ള ദ്വാപരയുഗത്തിൻ്റെ അന്തിമഘട്ടത്തിലെ യുഗസന്ധിയിൽ ഈ ദൃശ്യം അതുല്യ പ്രഭാവത്തോടുകൂടിയ ഒരു ദിവ്യ അവതാരമുണ്ടായത് ലോകരക്ഷയ്ക്കും ധർമ്മരക്ഷയ്ക്കും വേണ്ടി മാത്രമാണ്. കൂടാതെ പിറക്കാൻ പോകുന്ന കലിയുഗത്തില് സംഭവിക്കുന്ന ധർമ്മഭ്രംശത്തിന് ശാന്തി നൽകുവാനും കൂടിയായിരുന്നു. ഇത്രയൊക്കെ മഹാത്മ്യമേറിയ കൃഷ്ണാവതാരത്തെക്കുറിച്ച് ഉംബർകോന്റെ ഉള്ളിൽ അപ്പോഴും ഒരു സംശയം ഊന്നി നിന്നിരുന്നു. അഹങ്കാരത്തിൻ്റെ തമസ്സായിരുന്നു ആ സംശയം. വാസുദേവന് 6 വയസ്സ് പ്രായമായി. താൻ അല്പം വലുതായി ഇനി വലിയ പശുക്കളെ മേയ്ക്കാൻ പോകണം എന്ന് കരുതി കമലനേത്രൻ ഗോവത്സങ്ങളെ മേയ്ക്കുന്ന ജോലി വെടിഞ്ഞ് ഗോക്കളെ മേയ്ക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടു. ഇങ്ങനെ ഗോക്കളെ മേയ്ച്ചുകൊണ്ട് പോകുന്ന സമയത്താണ് കാളിന്തിയിലെത്തുന്നതും കാളിയനായിട്ട് കാണുന്നതും എല്ലാം. ഇനി നമുക്ക് കാളിയൻ്റെ പൂർവചരിത്രം എന്താണെന്ന് ഒന്ന് നോക്കാം. സർപ്പങ്ങളുടെ ബദ്ധശത്രുവായ ഗരുഡൻ പണ്ട് നിത്യമെന്നവണ്ണം പറന്ന് ഭൂമിയിൽ വന്നു. കാണുന്ന നാഗങ്ങളെ മുഴുവനും കൊന്നു ഭക്ഷിച്ചു കൊണ്ടിരുന്നു. പക്ഷീന്ദ്രന്റെ ഉപദ്രവം കൊണ്ട് പന്നകവർഗമാകെ പരിഭ്രാന്തരായിട്ട് വിഷമിച്ചു. ഇതിൽ നിന്നും രക്ഷ നേടാൻ എന്താണൊരു പോംവഴിയെന്ന് അവർ എല്ലാവരും കൂടി ചേർന്ന് ആലോചിച്ചു. ഒടുവിൽ പത്രിപ്രവരനുമായി ഒരു സന്ധിയിൽ അവര് ഏർപ്പെട്ടു. പക്ഷിരാജനുമായിട്ട് ഒരു സന്ധിയിൽ ഏർപ്പെട്ടു. എല്ലാ ദിവസവും ഒരു സർപ്പം വീതം ഗരുഡന്റെ പാർപ്പിടത്തിൽ ചെന്ന് അവന് ഭക്ഷണമായി തീരുക എന്നായിരുന്നു ആ കരാറ്. ഇതനുസരിച്ച് വളരെ കാലം നാഗങ്ങള് ദിവസ നീക്കമോ മുടക്കമോ കൂടാതെ പ്രവർത്തിച്ചു വന്നു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ 2 പക്ഷക്കാരും കൂടി ചേർന്ന് വ്യവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുത്തി. എല്ലാ ദിവസവും നാഗങ്ങൾ ഗരുഡവസതിയിൽ പോകേണ്ടതില്ലെന്നും അതിനു പകരമായി എല്ലാ പൗർണമി നാളിലും ഭൂവാസികൾ നൽകുന്ന സർപ്പബലികളുടെ ഹവിസ് പക്ഷീന്ദ്രന് കൊടുത്താൽ മതി എന്നുമായിരുന്നു ആ ഭേദഗതി. അതനുസരിച്ച് കുറേ കാലം പ്രവർത്തിച്ചു വന്നു. മുഷ്കരനും ഭീകരനും ഭീമാകാരനുമായ ഒരു ഉരക പ്രവരനായിരുന്നു കാളിയൻ. നാഗവംശം മുഴുവൻ ആ പക്ഷിയുടെ മുമ്പിൽ അടിമത്തം ഭാവിക്കുന്നത് ആക്ഷേപവും അപമാനവുമായി കാളിയന് തോന്നി. ഒരു ദിവസം അവൻ സർവ ഭണിശ്രേഷ്ഠന്മാരെയും വിളിച്ചു വരുത്തി പറഞ്ഞു, നാം എന്നും ഇങ്ങനെ ഒരു പക്ഷിയെ പേടിച്ച് അവൻ്റെ അടിമകളെ പോലെ ജീവിക്കുന്നത് നമുക്ക് ആക്ഷേപമാണ്. കശ്യപ പത്നിയായ കദ്രുവിൻ്റെ സന്തതികളാണ് നാം. കശ്യപ പത്നിയായ വിനതയുടെ പുത്രനാണ് ഗരുഡനും. നമുക്കും അവനും തമ്മിൽ എന്താണ് വ്യത്യാസം? ഒരേ ഒരു പിതാവിൻ്റെ മക്കള്. പോരെങ്കിൽ നമ്മുടെ അഗ്രജന്മാരായ അനന്തൻ മഹാവിഷ്ണുവിൻ്റെ ദിവ്യതൽപ്പം. വാസുകി കൈലാസവാസന്റെ ദിവ്യാഭരണം. തക്ഷകൻ ദേവേന്ദ്രന്റെ ആത്മസഖൻ. ഈ ഗരുഡന് വിഷ്ണുവിൻ്റെ ഒരു വാഹനമെന്നുള്ള നിലയല്ലാതെ മറ്റെന്ത് മഹൽ സ്ഥാനമുണ്ട്? അതിനാൽ ഇനിമേൽ നമുക്ക് അവകാശപ്പെട്ട ഹവിസ് അവന് കൊടുക്കാൻ പാടില്ല. അത് നമ്മുടെ വർഗത്തിന് പൊതുവേ ആക്ഷേപമാണ്. അവൻ നമ്മോട് പകവീട്ടാൻ വരട്ടെ. അപ്പോൾ നിങ്ങളാരും ഭയപ്പെടേണ്ട, ഞാൻ നേരിട്ട് കൊള്ളാമെന്ന് കാളിയൻ പറഞ്ഞു. ഇതുവരെ അവന് കൊടുത്തുകൊണ്ടിരുന്ന ഹവിസ് ഇന്നു മുതൽ ഞാനാണ് സ്വീകരിക്കാൻ പോകുന്നത്. എന്തു വരുമെന്ന് ഒന്ന് നോക്കാം എന്ന് കാളിയൻ വീണ്ടും പറഞ്ഞു. അങ്ങനെ അന്നു മുതൽ
വൈനതേയന് ഗരുഡന് അവകാശം, അതായത് വിനതയുടെ പുത്രനായ ഗരുഡന് അവകാശപ്പെട്ടിരുന്ന ഹവിസ് മുഴുവനും മുടങ്ങി. അത് കാളിയൻ മുറയ്ക്ക് ഭക്ഷിക്കാനും തുടങ്ങി. ഈ വിവരം വിനതാത്മജൻ, വിനതയുടെ പുത്രൻ അറിഞ്ഞു, ഗരുഡൻ അറിഞ്ഞു. അതീവ കോപവൈരാഗ്യത്തോടെ ഗരുഡൻ തൽക്ഷണം തന്നെ നാഗസങ്കേതമായ രമണദ്വീപിലേക്ക് പറന്നു. ശത്രു സംഹാരാർത്ഥം വായുവേഗം പറന്നടുത്തു വരുന്ന താക്ഷ്യനെ കണ്ട് വീറോടെ തൻ്റെ 1000 ഭണങ്ങളും വിടർത്തിക്കൊണ്ട് കാളിയൻ അത്യുഗ്ര സീൽക്കാരത്തോടെ മുന്നോട്ട് ചാടി. തൻ്റെ സമീപത്തേക്ക് ചീറിക്കൊണ്ട് പാഞ്ഞെടുത്തു വരുന്ന പന്നഗാധമനെ പക്ഷിപ്രവരൻ തൻ്റെ പക്ഷങ്ങൾ പരത്തി അതിശക്തിയോടെ ആഞ്ഞടിക്കാൻ തുടങ്ങി. ഊക്കോടെയുള്ള പക്ഷപ്രഹരങ്ങളേറ്റ് ആ ഭുജംഗാധിപൻ അംഗം തളർന്ന് അത്യന്തം പരവശനായി അനവധി കാതം ദൂരം ഭഗ്നശരീരനായി തെറിച്ചു വീണു. പത്തികളായിരവും ചതഞ്ഞു. അവൻ്റെ അഹങ്കാരത്തിൻ്റെ ശിക്ഷ അവന് കിട്ടിക്കഴിഞ്ഞു എന്നുള്ള ചിന്തയോടെ ചിറകുകളും പരത്തി ഗരുഡൻ കാളിയൻ വീണുകിടക്കുന്ന സ്ഥലത്തിനു മുകളിലെത്തിയിട്ട് പറഞ്ഞു: ഇനി ഭൂമിയിൽ നിന്നെ ഞാൻ കണ്ടാൽ അന്നു നിന്റെ അവസാനമായിരിക്കും, ഓർമ്മയിരിക്കട്ടെ. ഇങ്ങനെ ഒരു അന്ത്യശാസനം നൽകി അരുണാനുജൻ അമ്പരവീതിയിൽ തിരോഭൂതനായി. അങ്ങനെ ഗരുഡൻ പറന്നുപോയി. തളർച്ചയും മോഹാലസ്യവുമൊട്ട് ഗമിച്ചപ്പോൾ കാളിയൻ എഴുന്നേറ്റു. ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്? ഗരുഡന്റെ പ്രവേശനമില്ലാത്ത ഒരു സ്ഥലം എവിടെയാണുള്ളത്? അവൻ ആലോചിച്ചു. അപ്പോഴാണ് കാളിന്തി നദിയുടെ ഒരു ഗർത്ത ഭാഗത്തെക്കുറിച്ച് അവൻ ഓർമ്മിച്ചത്. പണ്ട് വിഷ്ണു ഭക്തോത്തമനായ സൗഭരി എന്ന ഒരു മഹർഷി നാട്ടിലും കാട്ടിലും ഇരുന്ന് തപസ്സു ചെയ്താൽ പരിസര ചിന്തകൾ മൂലം തപസ്സിന് ഭംഗം വരുമെന്ന് ശങ്കിച്ച് പുണ്യവാഹിനിയായ യമുനയിൽ യോഗശക്തിയാൽ ജലസ്തംഭനം ചെയ്ത് 12 വത്സരം തപസ്സനുഷ്ഠിച്ചു. അതായത് 12 കൊല്ലം തപസ്സനുഷ്ഠിച്ചു. അതിനുശേഷം ഒരു ദിവസം അദ്ദേഹം കണ്ണുമടച്ച് ജപിച്ച് സന്ധ്യാവന്ദനം ചെയ്തുകൊണ്ട് ആ നദിയിൽ നിൽക്കുമ്പോൾ ഗരുഡൻ അതിൻ്റെ മുകളിൽ കൂടി പറക്കാനിടയായി. പറക്കുന്നതിനിടയിൽ അവൻ കീഴോട്ട് നോക്കിയപ്പോൾ വെള്ളത്തിൽ ധാരാളം മത്സ്യങ്ങൾ കൂട്ടം കൂട്ടമായി പുളച്ചു കളിക്കുന്നത് കണ്ട് പെട്ടെന്ന് താഴോട്ട് വന്ന് ആ കൂട്ടത്തിലെ ഏറ്റവും വലിയ മത്സ്യത്തെ കൊത്തി റാഞ്ചിക്കൊണ്ട് മേൽപോട്ടുയർന്നു. പറന്നു പോകുന്ന പോക്കില് മത്സ്യത്തിൻ്റെ ശരീരത്തിൽ പറ്റിയിരുന്ന ജലം തെറിച്ച് താഴെ ജപിച്ചു കൊണ്ടിരുന്ന മുനീശ്വരൻ്റെ ദേഹത്തിലും കൈകളിൽ കോരിപ്പിടിച്ചിരുന്ന വെള്ളത്തിലും വീണു. പെട്ടെന്ന് കോപാവിഷ്ടനായി തീർന്ന മഹർഷി നേത്രങ്ങൾ തുറന്ന് മേൽപോട്ട് നോക്കിക്കൊണ്ട് ശപിച്ചു: ഈ മഹാത്മ്യമേറിയ ശ്രീ സന്ധ്യാസമയത്ത് ഈ പാപകൃത്യം ചെയ്ത് എൻ്റെ സന്ധ്യാവന്ദനത്തിന് ഭംഗം വരുത്തുകയും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മത്സ്യത്തെ പിടിക്കുകയും ചെയ്തവൻ ആരു തന്നെയായാലും ഇനിമേൽ അവൻ കാളിന്തിയുടെ ഈ ഭാഗത്ത് പ്രവേശിച്ചാൽ അവൻ്റെ തല നുറുങ്ങി തകർത്തു തെറിച്ചു പോകുമെന്ന് ശപിച്ചു. സൗഭരി മഹർഷിയുടെ ഈ ശാപം മൂലം കാളിന്തി നദിയുടെ ആ ഭാഗത്ത് ഗരുഡൻ കടക്കുകയില്ലെന്നുള്ള ധൈര്യത്തോടെ കാളിയൻ സാവധാനം ഇഴഞ്ഞിഴഞ്ഞ നദിയിലെത്തി അതിൻ്റെ കയത്തിൽ ഒളിച്ചു താമസിച്ചു. ഏറെ താമസിയാതെ അവൻ്റെ പാർപ്പിട സ്ഥലം മനസ്സിലാക്കി ഭാര്യമാരും സന്താനങ്ങളും ജ്ഞാതിവർഗങ്ങളും അവിടെ വന്നു ചേർന്നു. അങ്ങനെ സൂര്യപുത്രിയായ കാളിന്തിയെ തൻ്റെ ആവാസസ്ഥാനമാക്കി അവിടെ അതിൻ്റെ അഗാധ കയത്തിലെ സർവാധികാര പ്രമത്തതയോടെ തൻ്റെ രൂക്ഷതകളും കാണിച്ചുകൊണ്ട് നാഗാധിപനായ കാളിയൻ മേളിച്ചഹങ്കരിച്ച് ജീവിക്കാൻ തുടങ്ങി. സൗഭരി മുനി ശാപാനന്തരം അന്നു തന്നെ ആ സ്ഥലം വിട്ടൊഴിഞ്ഞ് പോകുകയും ചെയ്തു. ഇനിയാണ് നമ്മൾ നാരായണീയത്തിലേക്ക് കടക്കുന്നത്.
ഒന്നാമത്തെ ശ്ലോകം. ത്വത്സേവോത്തക സൗഭരീർനാമപൂർവം കാളിന്ദ്യന്തർദ്വാദശാബ്ദം തപസ്യൻ മീനഭ്രാതേ സ്നേഹവാൻ ഭോഗലോലേ താക്ഷ്യം സാക്ഷാദൈക്ഷതാഗ്രേ കഥാചിത്. പൂർവം സൗഭരീനാമ. പൂർവം സൗഭരീനാമ ത്വത്സേവോത്ക. പണ്ട് സൗഭരി എന്ന മഹർഷി ഭഗവത് സേവയിൽ തൽപരനായി. കാളിന്ത്യന്ത ദ്വാദശാബ്ദം. കാളിന്തി ജലത്തിലുള്ള 12 കൊല്ലം തപസ് ചെയ്തു. ഭോഗലോലെ മീനപ്രാതെ. അക്കാലത്ത് ചുറ്റും വിഷയസുഖം അനുഭവിച്ച് രസിച്ചു കഴിയുന്ന മത്സ്യങ്ങളോട് വിശേഷിച്ചും പ്രിയമുള്ളവനായി തീർന്നു. കഥാചിത് അഗ്രേ സാക്ഷ്യം. ഒരിക്കൽ തൻ്റെ കൺമുമ്പിൽ ഗരുഡൻ സഞ്ചരിക്കുന്നത് കാണുവാൻ ഇടയായി. കാട്ടിലോ നാട്ടിലോ തപസ് ചെയ്താൽ ലൗകികന്മാരുടെ സാമീപ്യ ബന്ധം കൊണ്ട് തപസ് വല്ലവിധവും നഷ്ടപ്പെട്ടാലോ എന്ന് ഭയന്നാണ് സൗഭരി വെള്ളത്തിൽ തപസ്സിന് പുറപ്പെട്ടത്. പക്ഷേ അവിടെയും മത്സ്യങ്ങളുമായി സ്നേഹബന്ധമുണ്ടായി എന്നതിൽ നിന്ന് മനസ്സാണ് ബന്ധകാരണമെന്ന് വ്യക്തമാകുന്നു. മന ഏവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോഃ. തുദ്വാഹം തു സംക്ഷുതം തൃക്ഷസൂനം മീനം കഞ്ചിച്ചക്ഷതം ലക്ഷയൻ സഹ തപ്തശ്ചിത്തേ സപ്തവാനത്ര ചേത്വം ജന്തൂൻ ഭോക്താ ജീവിതം ചാഭിമോക്ത. നിന്തിരുവടിയുടെ വാഹനമായ ആ ഗരുഡൻ വിശന്ന് ഒരു മത്സ്യത്തെ കൊത്തി തിന്നുന്നതായി കണ്ടിട്ട് സൗഭരി ഉള്ളുകൊണ്ട് സന്തപിക്കുന്നവനായി, നീ ഇവിടെ ഇനി ജന്തുക്കളെ പിടിച്ചു തിന്നാൽ നിന്റെ ജീവനും പൊയ്പോകുമെന്ന് ശപിച്ചു. തസ്മിൻ കാലേ കാളിയക്ഷേളദർപ്പാത് സർപ്പാരാത്തേ കൽപ്പിതം ഭാഗമശ്നൻ തേന ക്രോധാത്തുത്പദാംഭോജഭാജ പക്ഷക്ഷിപ്തസദ്ധൂരാപം പയോഗാത്. അക്കാലത്ത് കാളിയെ വിഷവീര്യം കൂടിയതിനാൽ അഹങ്കരിച്ച് ഗരുഡന് നിശ്ചയിച്ചിരുന്ന വീതം ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഭഗവത് പാദങ്ങളെ ആശ്രയിച്ചവനായ ഗരുഡൻ കോപിച്ച് തൻ്റെ ചിറകുകളെ കൊണ്ട് അടിച്ചോടിച്ചപ്പോൾ അവൻ ശാപം മൂലം ഗരുഡന് പ്രവേശമില്ലാതായ കാളിന്തിയിലെ ജലത്തിലെ അഭയം പ്രാപിച്ചു. കാളിന്തിയിലെ കാളിയൻ പാർക്കുന്നതുകൊണ്ട് പ്രാണികൾക്കുണ്ടായ ഉപദ്രവങ്ങൾ നിമിത്തം ഭഗവാന്റെ കരുണാസമുദ്രത്തിൽ വേലിയേറ്റമുണ്ടായി എന്ന് പറയുന്നു. മഹർഷിയുടെ ശാപമാണ് ഗരുഡൻ കാളിന്തിയിൽ ചെന്നാൽ ജീവൻ നഷ്ടപ്പെടേണ്ടി വരുമെന്നത്. ഘോരേ തസ്മിൻ സൂരജാനീരവാസേ തീരേ വൃക്ഷാവിക്ഷതാ ക്ഷേളവേഗാത് പക്ഷിപ്രാത പേതുരഭ്രേത് പതന്ത കാരുണ്യാദ്രം തന്മനസ്തേന ജാതം. ഭയങ്കരനായ ആ കാളിയൻ എന്ന സർപ്പം കാളിന്തി ജലത്തിൽ വാസം തുടങ്ങിയപ്പോൾ അതിൻ്റെ കരയിലുള്ള വൃക്ഷങ്ങള് വിഷത്തിൻ്റെ കാഠിന്യം നിമിത്തം നശിച്ചുപോയി. ആകാശത്തിൽ പറക്കുന്ന പക്ഷിക്കൂട്ടങ്ങൾ താഴത്ത് വീഴാൻ തുടങ്ങി. ഇത് കണ്ടത് കാരണം അങ്ങയുടെ മനസ്സ് ദയ കൊണ്ട് അലിഞ്ഞതായി
തീർന്നു എന്ന് പറയണം. ക്രൂരനായ കാളിയൻ കാളിന്തിയിലെ വെള്ളത്തിൽ താമസമാക്കിയപ്പോൾ വിഷവീര്യം കൊണ്ട് തീരത്തിലുള്ള മരങ്ങളെല്ലാം കരിഞ്ഞുപോയി. ആകാശത്തിൽ പറക്കുന്ന പറവകള് ചത്തു വീഴാൻ തുടങ്ങി. ഇതൊക്കെ കണ്ട് ഭഗവാന്റെ ഹൃദയം അലിഞ്ഞുപോയി എന്നാണ് പറയുന്നത്. കാലേ തസ്മിന്നേകദാ സീരപാണിം മുക്ത്വായാതേയാമുനം കാനനാന്തം തൊയ്യുദ്ധാമഗ്രീഷ്മ ഭീഷ്മോഷ്മദഗ്ധ ഗോപാലാപിബൻ ക്ഷേളതോയം. ആ കാലത്തൊരിക്കല് അങ്ങ് ബലരാമനെ കൂടാതെ യമുനാ നദിക്കരയിലുള്ള കാട്ടിനുള്ളിൽ പോയ അവസരത്തിൽ ബലരാമൻ അന്ന് ധേനുകാവധം കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം രോഹിണി ദേവി ബലരാമനെ വിട്ടില്ല കാട്ടിലേക്ക്. അന്ന് ഭഗവാൻ ഒറ്റയ്ക്കാണ്, കൃഷ്ണൻ ഒറ്റയ്ക്കാണ് ഗോപന്മാരുമൊത്ത് കാട്ടില് പ്രവേശിച്ചത്. അങ്ങനെ ആ ബലരാമനെ കൂടാതെ യമുനാ നദിക്കരയിലുള്ള ആ കാട്ടിനുള്ളിൽ പോയ അവസരത്തില് വർദ്ധിച്ച വേനലിന്റെ കഠിനമായ ചൂടുകൊണ്ട് വല്ലാതെ ചുട്ടുപോയ പശുക്കളും ഗോപാലന്മാരും വിഷം കലർന്ന കാളിന്തിയിലെ ജലം മതി വരുവോളമങ്ങ് കുടിച്ചു. അടുത്തത് നശ്യജ്ജീവാൻ വിച്യുതാൻ സ്മാതലേ താൻ വിശ്വാൻ പശ്യന്നച്യുതത്വം ദയാദ്ര പ്രാപ്യോപാന്തം ജീവയാമാസീത പീയൂഷാംഭോ വർഷഭി ശ്രീകടാക്ഷൈഃ. നാശമില്ലാത്ത അല്ലയോ നാശമില്ലാത്ത ഭഗവൻ അവരെ എല്ലാവരെയും ജീവൻ നശിച്ചവരാരും ഭൂമിയിൽ വീണവരായും കണ്ട അങ്ങ് ദയയാൽ മനസ്സലിഞ്ഞവനായി അവരുടെ സമീപത്ത് ചെന്ന് അമൃതജലം പെയ്യുന്ന ഐശ്വര്യദായകങ്ങളായ കടക്കൺ നോട്ടങ്ങളാൽ അവരെ ജീവിപ്പിച്ചു. ഹേ അച്യുത, അവിടുന്ന് അവരെയെല്ലാം തന്നെ ജീവനില്ലാതെ അവിടെ നിലത്തു വീഴുന്നവരായി കണ്ടിട്ട് ദയാദ്രനായി അടുത്തു ചെന്ന് അമൃതജലധാര ഒഴുകുന്ന തിരുമനസ്സിലെ നോട്ടം കൊണ്ട് ക്ഷണത്തിൽ ജീവിപ്പിച്ചു എന്ന് പറയുകയാണ്. കിം കിം ജാതോ ഹർഷവർഷാതിരേക സർവാംഗേഷത്യുത്ഥിത ഗോപസംഘാഃ ദൃഷ്ട്വാഗ്രേ ത്വാം ത്വത്കൃതം തദ്വിദന്തസ്ത്വാമാലിംഗൻ ദൃഷ്ടനാനാ പ്രഭാവാഃ. ഗോപസംഘാഃ കിം കിം, ഇടയക്കുട്ടികൾ ഇതെന്താണ് എന്ന് ചോദിച്ചുകൊണ്ട്, അതായത് അങ്ങയുടെ വിവിധങ്ങളായ മഹിമകളെ കണ്ടിട്ടുള്ള, ഭഗവാന്റെ വിവിധങ്ങളായ മഹിമകളെ കണ്ടിട്ടുള്ള ഗോപസമൂഹങ്ങളെ ശരീരത്തിൽ ആസകലം വർദ്ധിച്ച ആനന്ദവർഷം ഉണ്ടായോ എന്ന് അത്ഭുതപ്പെട്ടുകൊണ്ട് എഴുന്നേറ്റവരായി അങ്ങയെ മുമ്പിൽ കണ്ടിട്ട് തങ്ങളുടെ പുനർജീവനത്തെ അങ്ങയാൽ കൃതമെന്ന് അറിഞ്ഞിട്ട് അങ്ങയെ ആലിംഗനം ചെയ്തു. ഈ മേലാകെ കുളിർപ്പിക്കുന്ന ഒരു പരമാനന്ദം ഉണ്ടായിരിക്കുന്നു എന്നിങ്ങനെ എഴുന്നേറ്റ് നോക്കുമ്പോൾ നിന്തിരുവടിയെ മുമ്പിൽ കണ്ട് മുമ്പ് തന്നെ അങ്ങ് ചെയ്തിട്ടുള്ള പല അത്ഭുതങ്ങളും ഓർത്ത് ഇതും അങ്ങയുടെ ലീലയാണെന്നറിഞ്ഞ് ഓടി വന്ന് അവരെ ഭഗവാനെ കെട്ടിപ്പിടിച്ചു. ആര്? ഇടയക്കുട്ടികള് ഇതെന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് ഭഗവാനെ വന്ന് കെട്ടിപ്പിടിച്ചു. ഗാവശ്ചൈവം ലബ്ധജീവാ ക്ഷണേന സ്ഫീതാനന്ദാസ്ത്വാം ച ദൃഷ്ട്വാ പുരസ്താത് ദ്രാഗാവബ്രു സർവദോ ഹർഷഭാഷ്പം വ്യാമുഞ്ചന്ത്യോ മന്ദമുദ്യന്നിനാഥാഃ.
അപ്രകാരം തന്നെ ഗോക്കളും അല്പസമയം കൊണ്ട് വീണ്ടും ജീവൻ ലഭിച്ചവയായി മുൻഭാഗത്തായി അങ്ങയെ കണ്ടിട്ട് വർദ്ധിച്ച ആനന്ദത്തോടു കൂടിയവയായി ആനന്ദക്കണ്ണീർ പൊഴിച്ചുകൊണ്ടും പതുക്കെ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ടും വേഗത്തിൽ 4 ഭാഗത്തും അങ്ങയെ വളഞ്ഞു. മിണ്ടാപ്രാണികളായ പശുക്കൾ പോലും ഭഗവാന്റെ മഹാത്മ്യത്തെ അനുഭവിച്ചറിയുകയും പ്രതികരിക്കുകയും ചെയ്തുവെന്ന് സാരം. രോമാഞ്ചോയം സർവതോ ന ശരീരേ ഭൂയസ്യന്ത കാചിദാനന്ദമൂർച്ഛ ആശ്ചര്യോയം ക്ഷേളവേഗോ മുകുന്ദേത്യുക്തോ ഗോപൈർനന്ദിതോ വന്ദിതോ ഭോः. ഞങ്ങളുടെ ശരീരമാസകലം ഇതാ രോമാഞ്ചമുണ്ടാകുന്നു. മനസ്സിനുള്ളിലാകട്ടെ പറയുവാൻ കഴിയാത്ത വിധത്തില് വർദ്ധിച്ച എന്തോരാനന്ദവും. ഹേ മുകുന്ദ, ഈ വിഷയത്തിൻ്റെ കാഠിന്യം ആശ്ചര്യകരം തന്നെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഗോപപാലന്മാരാൽ അഭിനന്ദിക്കപ്പെടുകയും വന്ദിക്കപ്പെടുകയും ചെയ്തു. ഏവം ഭക്താൻ മുക്തജീവാനഭിത്വം മുക്താപാങ്കൈരസ്തരോഗാംസ്തനോഷീം താദൃഗ്ഭൂതസ്ഫീതകാരുണ്യഭൂമാ രോഗാത്പായ വായുഗേഹാധിവാസ. അല്ലയോ ഗുരുവായൂരിൽ വസിക്കുന്ന ഭഗവാനെ, അങ്ങ് ഇപ്രകാരത്തിലെ പ്രാണൻ വെടിഞ്ഞവരാണെങ്കിൽ പോലും ഭക്തന്മാരെ മോഹനമായ കടക്കണ്ണുകളുടെ നോട്ടത്താൽ രോഗബാധ മാറി ജീവിക്കുന്നവരായി തീർക്കുന്നു. അപ്രകാരമുള്ള വർദ്ധിച്ച കരുണയുടെ ആധിക്യത്തോടു കൂടിയ അങ്ങ് എന്നെ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് ഭട്ടതിരിപ്പാട് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. ഭാഗവതത്തിലെ ശ്രീമദ് ഭാഗവതത്തിലെ ഈ ഭാഗം 15-ാം അധ്യായത്തിൻ്റെ ഒടുവിലും സൗഭരിയുടെ കഥ കാളിയമർദ്ദനം കഴിഞ്ഞ് 17-ാം അധ്യായത്തിലുമാണ് ഉപപാദിച്ചിരിക്കുന്നത്. ഹരി ഓം നമസ്തേ.